അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു താൻ ഇടപെട്ട് ലോകത്തിലെ വിനാശകരമായ പല യുദ്ധങ്ങളും അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇസ്രയേലും ഗസയും തമ്മിലുള്ള പ്രശ്നം അത് ഞാൻ പരിഹരിച്ചു. ഉക്രൈൻ റഷ്യ വിഷയം 50 ദിവസം കൊണ്ട് പരിഹരിക്കുമെന്ന് പറയുമ്പോൾ പേടിച്ചു നിർത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്തിയ ഞാനാണ്. ഈ പറച്ചിലുകളിലൂടെ സ്വയം അപഹാസ്യനാകുന്നതല്ലാതെ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ലോകത്ത് എന്തെങ്കിലും വിലയുണ്ടോ? അല്ല, അങ്ങനെയല്ല. ട്രംപിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം പറഞ്ഞത് അദ്ദേഹം സത്യത്തിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാണ്. പക്ഷെ അദ്ദേഹത്തെ ഗൗരവപൂർവ്വം ആരും കേൾക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇസ്രയേൽ ഗാസ യുദ്ധം ട്രംപ് ഇടപെട്ടിട്ട് ഒരു യുദ്ധം അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്നല്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത്? അതെ, അവസാനിച്ചിട്ടില്ല. അപ്പോൾ ട്രംപ് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് അവസാനിച്ചിട്ടില്ല. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഘോരമായിട്ട് തുടരുകയാണ്. ഈ ട്രംപ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ചില റൗഡികളില്ലേ, കത്തിയും പിടിച്ച് നടക്കുന്ന റൗഡി എന്നൊക്കെ പറഞ്ഞ ഒരു പി കേശവദേവിൻ്റെ ഒരു നോവലുണ്ട്, റൗഡി എന്നുള്ള പേരിൽ. അപ്പോൾ ആ റൗഡി ഇങ്ങനെ തലയൊക്കെ കെട്ടിട്ട് കത്തിയൊക്കെ പിടിച്ച്, അന്നത്തെ ഏറ്റവും വലിയ ആയുധം പേനാക്കത്തിയാണ്, അതൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ കഠാരയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ റോട്ടിൽ നിന്നിട്ട് ആളുകളെയൊക്കെ വിരട്ടിക്കൊണ്ടിരിക്കും. ആ വിരട്ട് കുറേ കഴിയുമ്പോഴേക്കും ഒരു തല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഈ വിരട്ട് തീർന്ന് പിന്നെ ആളുകൾ വിരട്ടും. ഇപ്പം ട്രംപിൻ്റെ ഒരു അവസ്ഥ അതാണ്. ട്രംപ് വേറെയും ഒരുപാട് കാര്യങ്ങൾ അമേരിക്ക ചെയ്യുന്നുണ്ട്. അമേരിക്ക എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ $390 ട്രംപ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലേക്ക് അത് സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ്, മരവിപ്പിച്ചു ഫണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ജനതയോടും ജൂത ജനതയോടും അവിടെ അവർ വിവേചനം കാണിച്ച് അവരെ അവഹേളിക്കുന്നു, അതിനെതിരെ ഈ യൂണിവേഴ്സിറ്റി നടപടിയെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റിസെമിറ്റിസം പ്രചരിപ്പിച്ചുകൊണ്ട് ജൂതവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നവർക്ക് ഈ സർവകലാശാലകൾ സംരക്ഷണം കൊടുക്കുന്നു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അമേരിക്കൻ സർവകലാശാലകളിൽ വ്യാപകമായ രീതിയിൽ ഇസ്ലാമിക ഫണ്ടിങ്ങിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ജൂതവിരുദ്ധമായ നിലപാട് അവിടെ സ്വീകരിക്കുന്നുണ്ട് എന്ന് വേണ്ടേ നമുക്ക് കരുതാനായിട്ട്? അതിൽ ട്രംപ് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പണം നിരോധിക്കും എന്നല്ലാണ്ട് അവിടുത്തെ നിയമമുണ്ടല്ലോ. എന്താണ് സമത്വ നിയമം എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ക്ലോസ് ഉണ്ട്. എല്ലാവർക്കും തുല്യമായ രീതിയിൽ സംരക്ഷണം കൊടുക്കണം എന്നത് അമേരിക്കയുടെ നിയമമാണ്. പക്ഷെ അവിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാർക്ക് അങ്ങനെ സംരക്ഷണമില്ല, അരക്ഷിതാവസ്ഥയിലാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചൊക്കെ ട്രേഡ് വാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളുമായിട്ട്, ഒരെണ്ണമായിട്ടൊന്നുമല്ല, എല്ലാമായിട്ടാണ്. ഇന്ത്യയുമായിട്ട് എല്ലാ രാജ്യങ്ങളും. ഇയാൾ രാവിലെ ഇറങ്ങിയിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ട്രംപ് ഒരു ശരാശരി അമേരിക്കക്കാരനാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അമേരിക്കൻ മൈൻഡ് സെറ്റ്, അവരുടെ ചിത്തഘടന അനുസരിച്ച്, മനോഘടന അനുസരിച്ച് ഏത് അമേരിക്കക്കാരനും അമേരിക്കക്കാരൻ്റെ ലാഭമാണ് പരമപ്രധാനം. ആ ലാഭത്തിനപ്പുറത്തേക്ക് ഒരു ത്യാഗത്തെക്കുറിച്ചും ലോകത്തിന്ന് വരെ ഒരു അമേരിക്കക്കാരനും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതെന്തു തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കയ്യിൽ ബൈബിളും മറുകൈയിൽ തോക്കുമായിട്ട് അവിടെ കുടിയേറ്റം നടത്തിയ യൂറോപ്പിൻ്റെ ആദിമ ക്രൈസ്തവ സമൂഹം ഉണ്ടല്ലോ. അവർ ചെന്നിട്ട് അവിടുത്തെ ആദിവാസികളെ മുഴുവൻ കൊന്നൊടുക്കി അവരിൽ നിന്നും പിടിച്ചെടുത്തതാണ് ഇന്ന് കാണുന്ന അമേരിക്ക. യൂറോപ്യന്മാരുടെ അല്ല അമേരിക്ക, യൂറോപ്യന്മാരുടെ അമേരിക്കയേ അല്ല. അമേരിക്കയിലുണ്ടായിരുന്ന ആദിവാസി ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടും അവരെ കൊന്നൊടുക്കിക്കൊണ്ടും ഉണ്ടാക്കിയെടുത്ത സമ്പത്താണ് അമേരിക്ക ഇന്ന് ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കയും ഓസ്ട്രേലിയയും കാനഡയും ഈ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ
ക്രിസ്തുമത പ്രചരണത്തിന് വേണ്ടി പോയിട്ടുള്ളവരും അവിടുത്തെ ആദിവാസി ജനങ്ങളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആ പാരമ്പര്യം അമേരിക്കക്കുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ നേരവകാശികളിൽ ഒരാളാണ് ആര്? ട്രംപ്. അല്ലാണ്ട് ട്രംപ് വിശുദ്ധനായ ഒരാളേ അല്ല. അമേരിക്കയിൽ അങ്ങനെ വിശുദ്ധി, നസ്രത്തിൽ നിന്ന് നന്മ എന്ന് പറയുന്ന രീതിയിലാണ് അമേരിക്കയിൽ നിന്ന് വിശുദ്ധി കിട്ടുക. കാരണം എന്താ വെച്ചാൽ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്ന ഫിലോസഫി, തത്വചിന്തയുണ്ട്. അതിൻ്റെ പേര് പ്രാഗ്മാറ്റിസം എന്നാണ്. അമേരിക്കയുടെ തത്വചിന്ത പ്രാഗ്മാറ്റിസമാണ്. ഹ്യൂമനിസവും കോപ്പൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അവരുടെ തത്വചിന്ത എന്ന് പറഞ്ഞാൽ പ്രാഗ്മാറ്റിസം. എന്താണ് പ്രാഗ്മാറ്റിസം? പ്രായോഗികമായി പ്രയോജനം നൽകുക, ലഭിക്കുക എന്നതാണ് സത്യത്തിൻ്റെ സ്വഭാവം. അപ്പോൾ പ്രായോഗികമായിട്ട് അച്ഛനമ്മമാരെ കൊണ്ട് വാർദ്ധക്യത്തിൽ പ്രയോജനമില്ലെങ്കിൽ അവർ തള്ളിക്കളയണം. പ്രായോഗികമായിട്ട് ഇപ്പോൾ ഒരു സുഹൃത്തിനെ കൊണ്ട് പ്രയോഗമില്ലെങ്കിൽ അവനെ തള്ളിക്കളയണം. യൂസ് ആൻഡ് ത്രോ എവേ ആണ് അതിൻ്റെ തിയറി. അമേരിക്കയാണ് ഈ സിദ്ധാന്തം കൊണ്ടുവന്നത്. യൂസ് ആൻഡ് ത്രോ എവേ, ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് പുറന്തള്ളുക. അങ്ങനെ ഉപയോഗിച്ച് പുറന്തള്ളുന്നൊരു സംസ്കാരം കൊണ്ടുവരുമ്പോൾ ആ സംസ്കാരത്തിനൊരു മറുവശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ഇത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് കരുതിയാണ് മറ്റെല്ലാ ഈ ഏകാധിപത്യ സ്വഭാവമുള്ളവരെ പോലെ അമേരിക്കയും പറയുന്നത്. ഈ വ്യാപാരക്കാരാണ് അമേരിക്ക ഇപ്പോൾ അവരുടെ അപ്പർ ഹാൻഡ് വെച്ചുകൊണ്ട് ചെയ്യുന്നില്ലേ. ബാക്കി ലോകരാജ്യങ്ങളെല്ലാം കൂടി ചെയ്താൽ അമേരിക്ക എന്ത് ചെയ്യും? പിടിച്ചു പറ്റത്തില്ല. പിടിച്ചു വയ്ക്കാൻ പറ്റും. പരസ്പര സഹായ സഹകരണത്തോടു കൂടി മാത്രമേ ലോകത്ത് ഏത് മനുഷ്യനും ഏത് രാജ്യത്തിനും നിലനിൽക്കാനും വളരാനും കഴിയൂ. പക്ഷേ അമേരിക്കയുടെ ഈ നിലപാടുകളുടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് കാനഡ ഇപ്പോൾ പാലസ്തീനെ അനുകൂലിച്ച് രംഗത്തേക്ക് വന്നു. അപ്പം ആ കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് ശരിക്കും ട്രംപിനെ ഞെട്ടിച്ചു. ഇനി ഇപ്പുറത്തേക്ക് വന്ന ഫ്രാൻസ്, ഇമ്മാനുവൽ മാക്രോൺ പറയുന്നു ഞങ്ങൾ ഈ പറയുന്ന പലസ്തീനെ അംഗീകരിക്കും. അപ്പം അവിടെയും അമേരിക്കയെ തള്ളിക്കളയുന്നു. യു കെയുടെ നിലപാടും ഏതാണ്ട് അമേരിക്കയ്ക്കെതിരാണ്. ചുരുക്കം പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും ഈ അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നു ട്രംപിൻ്റെ നിലപാടുകളെ തുടർന്നു. അല്ല, അത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്കും താരിഫ് ഏർപ്പെടുത്തി, ചുങ്കം ഏർപ്പെടുത്തി. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് നിന്നിട്ട് അവന് ചുങ്കം, ഇവന് 50% ചുങ്കം, ഇവന് 100% ചുങ്കം, മറ്റവനെ കണ്ണുരുട്ടുക. ആര് പേടിക്കാനായിട്ടാണിത്? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പരമപ്രധാനം ഞങ്ങളുടെ ദേശീയ താല്പര്യമാണ്. ഇത് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാമെന്ന് ട്രംപ് കരുതുമ്പോൾ അതേ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കും ബാക്കി രാജ്യങ്ങൾക്കും അവരുടെ താല്പര്യം സംരക്ഷിക്കാമല്ലോ. അതെ, മറ്റ് രാജ്യങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പാടില്ല, അമേരിക്ക മാത്രം സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതങ്ങ് പള്ളി പറഞ്ഞാൽ പോലും ശരിയാകില്ല ട്രംപ് എന്ന് പറയാനായിട്ട് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇപ്പം കാനഡ അമേരിക്കയെ തള്ളിപ്പറഞ്ഞാൽ അവർക്ക് താരിഫ് ഏർപ്പെടുത്തിയപ്പോഴാണ്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ അമേരിക്കയോട് ഈ താരിഫിൻ്റെ പ്രശ്നത്തിലാണ്. അപ്പോൾ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളെ സാമ്പത്തികമായി ഞെരുക്കി തങ്ങളുടെ അധീനതയിൽ നിർത്താമെന്നുള്ള ആ മോഹം അത് നടക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ കാശ് കൊടുത്ത് ആയുധം മേടിക്കുമ്പോൾ, എണ്ണ മേടിക്കുമ്പോൾ അത് എവിടെ നിന്ന് മേടിക്കുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമെന്ന് ഇയാളാണ് തീരുമാനിക്കേണ്ടത്. ട്രംപ് അമേരിക്കയിലെ കാര്യം തീരുമാനിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഇന്ത്യയിലെ കാര്യം ഇന്ത്യ തീരുമാനിക്കും എന്നാണ് വളരെ ശക്തമായ ഭാഷയിൽ ആര് പറഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ. ഇത് തന്നെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം ഒരേ ഇതിൽ നിന്ന് പോയതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും അമേരിക്ക ആയാലും ഒരേ സമയത്ത് യൂറോപ്പിൽ നിന്ന് പോയവരാണ്. അതെ, ആ യൂറോപ്പിൽ നിന്ന് അല്ല, അവിടെ ഒന്നും ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെല്ലാം ക്രൈസ്തവ രാജ്യങ്ങളായി മാറിയത് അവിടെ പോയിട്ട് ക്രിസ്തുമതം സ്വീകരിക്കാത്തവരെ കൊന്നൊടുക്കുകയും അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്രിസ്തുമതം വന്നത്. അല്ലാതെ അവിടെ എല്ലാം ജനിച്ചപ്പോൾ ഒന്നും ക്രിസ്ത്യാനികളായിരുന്നില്ല, കൺവേർട്ട് ചെയ്തെടുത്തതാണ്. ആ കൺവേർഷൻ്റെ ഒരു ഫലവും കൂടിയാണ് അവിടുത്തെ ക്രിസ്തുമതം വന്നത്. അവിടെ എല്ലാം ക്രിസ്തുമതം വന്നപ്പോൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സ്വാഭാവികമായ ജീവിത രീതികളുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്. ഇപ്പം അമേരിക്കയിൽ പോയിട്ട് ഈ ഭൂമിയുടെ ഉടമസ്ഥയുടെ രേഖ ചോദിച്ചപ്പോൾ അവർക്കറിയില്ലായിരുന്നു ഭൂമിക്ക് ഉടമസ്ഥരുണ്ടെന്ന്. ഈ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങൾക്ക് ഉടമസ്ഥരില്ല എന്ന് കരുതിയിരുന്ന മഹത്തായൊരു സംസ്കാരം ഇങ്കോ മായൻ ജനതയ്ക്കുണ്ടായിരുന്നു. ആ സംസ്കാരത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് അമേരിക്ക. അവരെ കൊന്നുകളഞ്ഞ്. കോൺക്വസ്റ്റ് ഓഫ് പെറു ആൻഡ് മെക്സിക്കോ എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും.
ഈ കാരുണ്യത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്ന ക്രൈസ്തവ സഭകളുണ്ടല്ലോ, ആ ക്രൈസ്തവ സഭകൾ ആരും തന്നെ അതിനെ എതിർത്തില്ല എന്നത് കൂടി നിങ്ങൾ ആലോചിക്കണം. ഇത് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകുന്നതാണ്, ഇതൊന്നും പറയണമെന്ന് കരുതിയിരിക്കുന്നതല്ല. പക്ഷേ തങ്ങളിങ്ങനെ മാനവ സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് എന്ന് പറയുമ്പോൾ ആ മാനവ സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ അമേരിക്കയിലെ ആദിവാസികളോട് എന്ത് ചെയ്തു, അതിന് നിങ്ങളുടെ സമീപനം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടണ്ടേ? അതെ. ആ ഉത്തരം ഇനി ജനങ്ങൾ ലോകത്ത് ചോദിച്ചു തുടങ്ങുമ്പോൾ അമേരിക്കക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ട്രംപ് വെറുതെ പോയി ഇങ്ങനെ എന്താണ് കാണിക്കുന്നത്, ഈ ഒരു ജോക്കറെ പോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. നോക്കാം എന്ത് സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.